ഈ ചെറിയ ലിങ്കുകൾ എനിക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള പൊസിഷൻസ് ഏതൊക്കെയാണ്? അങ്ങനെയും ചില പൊസിഷൻസുകൾ ഉണ്ട്. നമുക്കൊരു 3 പൊസിഷൻസുകൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അതിന് മുൻപായിട്ട് കാമസൂത്ര നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ സെക്ഷൽ അനുഭവവും കാര്യങ്ങളൊക്കെ സൂപ്പർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും വായിച്ചിരിക്കേണ്ടതോ അല്ലെങ്കിൽ കേട്ടിരിക്കേണ്ടതോ ആയിട്ടുള്ള പുസ്തകമാണ് കാമസൂത്ര. കേൾക്കാനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. കുക്ക് ഓഫ് മിൽ നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ കാമസൂത്ര ഇപ്പോൾ അവൈലബിൾ ആണെന്നുള്ളതാണ്. കൂടാതെ ഒരുപാടധികം യൂസ്ഫുൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ, ലെജൻഡറി എഴുത്തുകാരുടെ പുസ്തകങ്ങൾ, നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഫിക്ഷണൽ സ്റ്റോറീസുകൾ എല്ലാം അവിടെ ലഭ്യമാണെന്നുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ നല്ല കിടിലൻ ഓഫർ ഉണ്ടല്ലോ, 7 ദിവസത്തെ ഫ്രീ ട്രയൽ ലഭ്യമാണ്. അപ്പോൾ കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാനുള്ളതാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 3 പൊസിഷൻസുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്നത് തന്നെയാണ്. ചെറിയ ലിങ്കക്കാർക്ക് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യാൻ പറ്റുന്നതും ഡീപ്പായിട്ടുള്ള ഒരു ബന്ധപ്പെടലൊക്കെ സാധ്യമാവുന്ന രീതിയിലുള്ള പൊസിഷൻസുകളാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ഇനി വലിപ്പത്തിന്റെ കേസ് ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ആവശ്യമായിട്ടുള്ള ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷനുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ചുറ്റുപാട് ഉണ്ടെന്നുള്ളതാണ്. പോൺ വീഡിയോ ഒക്കെ കണ്ടിട്ട് വെറുതെ കമ്പാരിസൺ നടത്തിയിട്ടൊക്കെയാണ്. അങ്ങനെയുള്ള കമ്പാരിസൺ ഒന്നും അധികം മുതിരേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എനിവേ ചെറിയ ലിംഗമുള്ള, കമ്പാരിറ്റീവ്ലി ചെറിയ ലിംഗമുള്ള ആൾക്കാരുടെ കേസിൽ ഏതൊക്കെ രീതിയിലെ പൊസിഷനാണ് സ്യൂട്ടാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പൊസിഷൻ വളരെ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന മിഷണറി തന്നെയാണ്. അതായത് ആ ലേഡി ലേ ചെയ്ത രീതിയിൽ വരുന്നതും ആണിൻ്റെ കൺട്രോൾ വരുന്ന രീതിയിൽ ആ ഒരു പൊസിഷൻ നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ട് അറിയുന്ന ഒരു പൊസിഷൻ തന്നെയായിരിക്കും. അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷൻ്റെ കേസിൽ ആ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ പോസിബിൾ ആണ്. സെയിം ടൈം ബ്രസ്റ്റ്, ക്ലിറ്റോറിസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റിമുലേഷൻസും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. നല്ല രീതിയിലൊരു സെക്ഷൽ അനുഭവവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പൊസിഷൻ തന്നെയാണ്, ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇനി ഈ പൊസിഷനിൽ തന്നെ ചെറിയ വേരിയേഷൻസുകളും കാര്യങ്ങളൊക്കെ കൂടി ഒരു ഡീപ്പായിട്ടുള്ള പെൻട്രേഷന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതായത് ആ ഒരു ബട്ടക്സ് ഏരിയയിൽ ഒരു പില്ലോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടും ഈ ഒരു പൊസിഷൻ കൂടുതൽ മനോഹരമായിട്ടും കൂടുതൽ ഡീപ്പായ രീതിയിലും ബെസ്റ്റായ രീതിയിലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഗേൾ മുകളിൽ വരുന്ന രീതിയിലെ പൊസിഷനാണ്. വളരെ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്നതായിട്ടുള്ള പൊസിഷനാണ്. ഇത് ആണ് ബെഡിൽ ലേ ചെയ്ത് നിൽക്കുന്നു, ആ ഒരു സ്ത്രീ മുകളിൽ വരുന്ന രീതിയിലുള്ളതാണ്. അങ്ങനെ ലിംഗം പ്രവേശിപ്പിക്കുന്നു. ഇതിനെ കൗഗേൾ അങ്ങനെ പല പേരുകളിലായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള റിവേഴ്സ് കൗഗേൾ രീതിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുള്ളതാണ്. എനിവേ നമ്മളിത് മെയിനായിട്ട് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് അല്ലാത്ത രീതിയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനും അതുപോലെ തന്നെ ആ ഒരു ബ്രസ്റ്റ് സ്റ്റിമുലേഷൻ കാര്യങ്ങളെല്ലാം സെയിം ടൈം ചെയ്യാനും പറ്റും. പിന്നെ ലേഡിയുടെ കൺട്രോളിൽ നടക്കുന്ന ഒരു പൊസിഷനാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ സ്പീഡിലും കാര്യങ്ങളിലും ഒക്കെ ഈ ഒരു പൊസിഷൻ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഡീപ്പായിട്ടുള്ള ഒരു പെൻട്രേഷനും പോസിബിൾ ആണ്. അപ്പോൾ നല്ലൊരു മികച്ച അനുഭവം നൽകുന്ന പൊസിഷൻ തന്നെയാണ്. കോമണുമാണ്, അത് ചെറിയ ലിംഗക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള പൊസിഷനാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഡോഗിയാണ്. ഇത് ബാക്കിലൂടെയുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. ബാക്കിൽ മീൻസ് ചെയ്യുന്നതല്ല ഉദ്ദേശിക്കുന്നത്, വെജൈനൽ പെൻട്രേഷൻ തന്നെയാണ്. പക്ഷേ ഇതും ഒരു ഡീപ്പായിട്ടുള്ള പെൻട്രേഷൻ കാര്യങ്ങളൊക്കെ സമ്മാനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിക്ചേഴ്സുകൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കാണാൻ പറ്റും. നമ്മളിവിടെ കാണിക്കുന്നത് കമ്മ്യൂണിറ്റി ഗൈഡിൽ വരുന്നതായതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള പിക്ചേഴ്സുകൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ പിക്ചേഴ്സുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു പൊസിഷനും ചെറിയ ലിംഗക്കാർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ് ഒരു മികച്ച അനുഭവം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് 3 കോമൺ ആയിട്ടുള്ള പൊസിഷൻ തന്നെയാണ്. ഇത് ചെറിയ ലിംഗക്കാർക്ക് നല്ല രീതിയിൽ ബെസ്റ്റായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷൻസുകൾ വേണ്ട, നല്ല രീതിയിൽ സെക്സ് എക്സിക്യൂട്ട് ചെയ്ത് പോവുക, നല്ല രീതിയിൽ ആ ഫോർ പ്ലേ ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ സെലക്ട് ചെയ്യുക. ഇനി ആ ഒരു പൊസിഷനിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേർക്കും മ്യൂച്വൽ ക്ലൈമാക്സ് കിട്ടിയില്ലെങ്കിൽ ഒരു ആഫ്റ്റർ പ്ലേ എന്ന രീതിയിൽ പ്രോപ്പറായ രീതിയിൽ ക്ലിറ്റോറിസും ആ ഒരു വെജൈനയും കാര്യങ്ങളൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് പാർട്ട്ണർക്ക് കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ മികച്ച രീതിയിൽ ആ ഒരു സെക്സ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യം ചിന്തിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് കേവലം ആ ഒരു ബന്ധപ്പെടൽ മാത്രമാണ് സെക്സ് എന്ന രീതിയിൽ കരുതരുത് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും തോന്നുന്ന സുഹൃത്തുക്കളിലേക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്തൊക്കെ മറക്കണ്ട. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.